അതിരപ്പള്ളിയിലേക്ക്. അവിടെ വീണ്ടും കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങി. വെറ്റിലപ്പാറയിൽ വീടിൻ്റെ മതിൽ തകർത്തു. തുമ്പിക്കൈയില്ലാത്ത കുട്ടിയാനയടക്കം 12 കാട്ടാനകളാണ് ഇന്നലെ രാത്രി ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. സൂരജ് സജി വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് സൂരജ് സജി, വിവരങ്ങൾ പറയൂ. വെറ്റിലപ്പാറയിലാണ് ഇത്തരത്തിൽ ഈ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരിക്കുന്നത്. ഈ തുമ്പിക്കൈയില്ലാത്ത കാട്ടാനക്കുട്ടി അടക്കം ഉള്ള കാട്ടാനകളാണ്, 12ലധികം കാട്ടാനകളാണ് ഇത്തരത്തിൽ ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. ഇവർ ഈ ജനവാസ മേഖലയിൽ ഇറങ്ങി ഏറെ നേരം പരിഭ്രാന്തി പരത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. വെറ്റിലപ്പാറ 14ലാണ് ഇന്നലെ രാത്രിയോടുകൂടി ഈ കാട്ടാനക്കൂട്ടം എത്തുന്നത്. പിന്നീട് ഏറെ നേരം ഈ മേഖലയിൽ ഈ ആനക്കൂട്ടം നിലയുറപ്പിച്ച് പരിഭ്രാന്തി പരത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം എത്തിയാണ് ഈ കാട്ടാനയെ തുരത്തിയത്. ഈ സമയം തന്നെ ഒരു സ്വകാര്യ വ്യക്തിയുടെ മതിലടക്കം ഈ കാട്ടാനക്കൂട്ടം തകർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വെറ്റിലപ്പാറയിൽ തന്നെ 10/6 ഈ ജനവാസ മേഖലയിലൂടെ കടന്ന് ഈ ആന ചാലക്കുടി പുഴയിലെത്തി നിരന്തരം വെള്ളം കുടിച്ചു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാട്ടാനക്കൂട്ടം ഇറങ്ങി വെള്ളം കുടിച്ചു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തുടർച്ചയായി ഈ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് വരുന്നത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഈ അതിരപ്പള്ളി മേഖലയിലുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ വേനൽ കടുത്തതോടുകൂടി ഈ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് കഥയായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വലിയ ആശങ്കയുമാണ് മേഖലയിൽ നിലനിൽക്കുന്നത്. എസ് കെ, താങ്ക് യു സൂരജ് സജി. നമ്മുടെ തോമസ് ഊട്ടി ചോദിക്കുന്നു, നമ്മുടെ ഈ അട്ടപ്പാടിയിലെ മധുവിനെയും അതുപോലെ അശോകദാസിനെയും എങ്ങനെ താരതമ്യം ചെയ്യാൻ കഴിയും? അവർ തമ്മിൽ താരതമ്യം ചെയ്യാനല്ല ഞാൻ ശ്രമിച്ചത്. ഈ സംഭവങ്ങൾ തമ്മിൽ ചില സാമ്യമുണ്ട്. രണ്ടും ആൾക്കൂട്ട മർദ്ദനം കൊണ്ട് കൊല ചെയ്യപ്പെട്ട കേസാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഓർമ്മിക്കുന്നുവെന്ന് പറഞ്ഞത്.